എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 5 ശ്ലോകം 6, 7, 8 3 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ദുർവാസസ് മഹർഷി അംബരീഷ മഹാരാജാവിന്റെ കാൽക്കൽ വന്ന് അങ്ങോട്ട് നമസ്കരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ ദുഃഖം കണ്ടിട്ട് മഹാരാജാവ് ചക്രത്തിനെ, സുദർശന ചക്രത്തിനെ സ്തുതിച്ച് ശാന്തനാക്കുന്നു. ആ സ്തുതി തുടരണം മഹാരാജാവിന്റെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. നമഃ സുനാഭാഖിലധർമ്മസേതവേ ഹി അധർമ്മശീലാസുരധൂമകേതവേ ത്രൈലോക്യഗോപായ വിശുദ്ധവർച്ചസേ മനോജവായാത്ഭുതകർമ്മണേ ഗൃണേ. സുനാഭ, ശോഭനമായ നാഭിയോടുകൂടിയോനെ. അഖിലധർമ്മസേതു, സകലധർമ്മങ്ങളുടെ അവധിഭൂതൻ. അധർമ്മശീലാസുരധൂമകേതു, അധർമ്മ സ്വഭാവമുള്ള അസുരന്മാരെ നശിപ്പിക്കുന്ന അഗ്നി. ത്രൈലോക്യഗോപായ വിശുദ്ധവർച്ചസ്, 3 ലോകത്തെയും രക്ഷിക്കുന്ന പരിശുദ്ധമായ തേജസ്. മനോജവൻ, മനസ്സിനെ പോലെ വേഗമുള്ളവൻ. അത്ഭുതകർമാവ്, അത്ഭുതമായ കർമ്മങ്ങളോടുകൂടിയവൻ. ഹേ സുനാഭ, അങ്ങയ്ക്ക് നമസ്കാരം. സകല കർമ്മങ്ങളുടെയും അവധിഭൂതനായ അങ്ങയ്ക്ക് നമസ്കാരം. അധർമ്മ സ്വഭാവമുള്ള അസുരന്മാരെ നശിപ്പിക്കുന്ന അഗ്നിസ്വരൂപനായ അങ്ങയ്ക്ക് നമസ്കാരം. 3 ലോകങ്ങളെയും സംരക്ഷിക്കാൻ മതിയായ തേജസ്സാകുന്ന സ്വരൂപത്തോടുകൂടിയ അങ്ങയ്ക്ക് നമസ്കാരം. മനസ്സിന്റെ വേഗം പോലെ ഇരിക്കുന്ന വേഗത്തോടുകൂടിയ അങ്ങയ്ക്ക് നമസ്കാരം. അത്ര വേഗതയാണ് സുദർശന ചക്രത്തിന്. വിചാരിക്കുമ്പോഴേക്കും ഭഗവാൻ അങ്ങോട്ട് വിചാരിച്ചാൽ മതി, അപ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞു. അതാണ് മനസ്സിന്റെ വേഗം പോലെ ഇരിക്കുന്ന വേഗത്തോടുകൂടിയ അങ്ങയ്ക്ക് നമസ്കാരം. ആശ്ചര്യകരങ്ങളായ കർമ്മങ്ങൾ നടത്തുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ത്വത്തേജസാ ധർമ്മമയേന സംഹൃതം തമപ്രകാശശ്ചതുർതോ മഹാത്മനാം ദുരത്യയസ്തേ മഹിമാ ഗിരാംപതേ ത്വദ്രൂപമേതൽ സദസത്പരാവരം. ഗിരാംപതേ, ഹേ വാക്കുകളുടെ പതിയായുള്ളവനെ. ധർമ്മമയേന, ധർമാത്മകമായിരിക്കുന്ന ത്വത്തേജസ, അവിടുത്തെ തേജസ്സിനാൽ. മഹാത്മനാം, മഹാത്മാക്കളുടെ. തമ, അജ്ഞാനരൂപമായ അന്ധകാരം. സംഹൃതം, സംഹരിക്കപ്പെട്ടു. പ്രകാശശ്ച ധൃത, പ്രകാശം ധരിക്കപ്പെടുകയും ചെയ്തു. തേ മഹിമ, അങ്ങയുടെ മഹിമ. ദുരത്യ, അതിക്രമിക്കപ്പെടുവാൻ കഴിയാത്തതാകുന്നു. സദസത്, കാര്യകാരണ രൂപവും. പരാവരം, ഉത്കൃഷ്ട നികൃഷ്ടവുമായ. ഏതത്, ഇത്. ത്വദ്രൂപം, അവിടുത്തെ രൂപമാകുന്നു. ഹേ പരമാർത്ഥ തേജസ്വരൂപനായുള്ളവനെ. ധർമ്മവിരോധികളെ നശിപ്പിക്കുകയും ധർമ്മിഷ്ഠന്മാരെ രക്ഷിക്കുകയും ചെയ്യുന്ന നിന്തിരുവടിയുടെ തേജസ് ഭഗവത് ഉപാസകന്മാരുടെ സ്വരൂപജ്ഞാനത്തെ മറച്ചിരിക്കുന്ന അജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കുന്നതാണല്ലോ. ഇത് തന്നെ അത് ആത്മസാക്ഷാത്കാരത്തിന് ഉപകരിക്കുന്ന ജ്ഞാനപ്രകാശത്തെ അവർക്ക് നൽകുകയും ചെയ്യുന്നു. ഹേ ഭഗവൻ, നിന്തിരുവടിയുടെ മഹിമയെ ആർക്കും അതിക്രമിക്കാൻ സാധിക്കില്ല. കാര്യകാരണ സ്വരൂപമായും ഉത്കൃഷ്ട അപകൃഷ്ടങ്ങളായും, ഉത്കൃഷ്ടമായതും അപകൃഷ്ടമായതും നല്ലതും ചീത്തയുമായിട്ട് കാണപ്പെടുന്ന സകല വസ്തുക്കളും അടങ്ങിയിരിക്കുന്ന ഈ ലോകം അങ്ങയുടെ പ്രകാശത്താൽ പ്രകാശിക്കപ്പെടുന്നതാണ്. യഥാ വിസൃഷ്ടസ്ത്വം അനഞ്ജനേന വൈ ബലം പ്രവിഷ്ടോജിത ദൈത്യദാനവം ബാഹൂദരോർവംഘ്രിശിരോധരാണി വൃക്ണൻ അജസ്രം പ്രഥനേ വിരാജസേ. അജിത, ആരാലും ജയിക്കപ്പെടാതിരിക്കുന്നവനെ. അനഞ്ജനേന, ശ്രീഹരിയാൽ. യഥാത്വം വിസൃഷ്ട, എപ്പോൾ നീ പ്രയോഗിക്കപ്പെട്ടുവോ അപ്പോൾ.
ദൈത്യദാനവം ബലം പ്രവിഷ്ട. ദൈത്യന്മാരുടെയും ദാനവന്മാരുടെയും സംബന്ധിയായ ബലത്തെ പ്രവേശിച്ചവനായിട്ട് ബാഹൂ ഉദരോ അറങ്കി ശിരോധരാണി, ബാഹുക്കള്, ഉദരം, ഊരുക്കള്, പാദങ്ങള്, കണ്ഠങ്ങള് എന്നിവയെ വൃക്ണൻ മുറിക്കുന്നവനായിട്ട് പ്രഥനെ യുദ്ധത്തിൽ അജസ്രം വിരാജസെ എപ്പോഴും ശോഭിക്കുന്നു. ആ സുദർശന ചക്രത്തെ ഭഗവാൻ അങ്ങട് ആരുടെയെങ്കിലും നേർക്ക് അയക്കുമ്പോൾ അതാണ് അങ്ങയുടെ മഹിമ ദുരത്യമാണെന്ന് പറയുന്നു. അതിനെ ദുരത്യമാണ് അങ്ങയുടെ മഹിമ എന്ന് പറഞ്ഞതിനെ സ്പഷ്ടാക്കുകയാണ്. ഹേ അജിത, ഒന്നിനോടും സംബന്ധപ്പെടാതെ എല്ലാറ്റിൽ നിന്നും വേറിട്ടിരിക്കുന്ന സർവേശ്വരനായ ആ ഭഗവാൻ, ആ ശ്രീഹരി നിന്നെ എപ്പോൾ ദുർജനങ്ങളുടെ വധത്തിനായിട്ട് അയക്കുന്നുവോ, നിന്നെ എന്ന് പറഞ്ഞത് ആ സുദർശന ചക്രത്തെ എപ്പോൾ ദുർജനങ്ങളുടെ വധത്തിനായിട്ട് അയക്കുന്നുവോ അപ്പോൾ നീ ദൈത്യന്മാരുടെയും ദാനവന്മാരുടെയും സൈന്യത്തിൽ പ്രവേശിച്ച് അവരുടെ കൈകള്, വയറ്, പാദങ്ങള്, കണ്ഠങ്ങള് എന്നീ അവയവങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് യുദ്ധത്തില് എപ്പോഴും പ്രകാശിക്കുന്നു. മഹാരാജാവിന്റെ സ്തുതി തുടരണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.